ഇതെൻ്റെ ഒരു അവക്കാഡോ പ്ലാന്റ് ആണ്. അത് ഒരു മീഡിയം സൈസ് ഡ്രമ്മിലാണ്. ആദ്യം ചെറിയ ചട്ടിയിലായിരുന്നു, പിന്നെ അത് മാറ്റി ഡ്രമ്മിലേക്ക് ആക്കി. പക്ഷെ ആ ഡ്രമ്മിൻ്റെ മൗത്ത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് വൈഡ് ഓപ്പൺ ആയിട്ടുള്ള മൗത്തുള്ള ഡ്രമ്മിലാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഈ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടൊരു 7-8 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഇത് ഫ്രൂട്ട് ചെയ്തിട്ടില്ല. വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. ഗ്രോത്ത് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതിൽ എനിക്ക് തോന്നുന്നു റൂട്ട് ബൗണ്ട് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഫ്രൂട്ട് ചെയ്യാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആദ്യം നല്ലോണം പുകയിടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിന് പുകയിടുന്നുണ്ട്. പുക നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് അത് രാത്രി മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഇരുട്ട്. പുകയിട്ട് കൊടുത്തതിനൊപ്പം തന്നെ ഞാനൊരു 6 മാസം മുൻപ് മോതിരവളയം ഇട്ട് കൊടുത്തിരുന്നു. ഇത് 6 മാസം മുമ്പിട്ട മോതിരവളയമാണ്. അതിലും വലിയ റിസൾട്ടൊന്നും കണ്ടില്ല. അടുത്ത എക്സ്പെരിമെൻ്റൽ പ്രോസസ്സിലേക്ക് പോവാണ്. അതിന് ചോട്ടിലുള്ള കുറച്ച് മണ്ണ് നീക്കി, അതിലുള്ള മണ്ണ് നീക്കുമ്പോൾ അതിൻ്റെ ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ട്സ് പൊട്ടുന്നുണ്ട്. പക്ഷെ അത് പ്രശ്നമില്ല, അതൊരു ഇച്ചിരി സ്ട്രെസ്സ് കൊടുക്കും. എന്നാലും ആ സ്ട്രെസ്സ് ഫ്ലവർ ചെയ്യാൻ ഗുണപ്പെട്ടാലോ എന്നുള്ള എക്സ്പെരിമെൻറ്റിലാണ് ഞാൻ. മണ്ണ് റിമൂവ് ചെയ്തിട്ട് അതിൽ പൊട്ടാഷ്യം ഫോസ്ഫറസുമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ 1 വർഷം മുൻപ് മോതിരവളയം ചെയ്തതാണ്. അതിനും വലിയ റിസൾട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആയതുകൊണ്ട് ഞാനിവിടെ മടൽ കത്തിച്ച ചാരമാണ്. അതേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. വുഡ് ആഷ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതുപയോഗിച്ച്